കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് പിന്നെയും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടി ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത്രത്തോളം ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചു. നമ്മുടെ പ്രാർത്ഥനയൊക്കെ കർത്താവ് കേട്ട് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് 33-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ഒരു നന്മ വരണം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാകണം, ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കാത്ത, പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിൽ കാണുമോ എന്നുള്ളത് സംശയമാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ് അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത്. പലപ്പോഴും ജീവിത വിജയത്തിന് പലവിധമായ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ തടസ്സങ്ങൾ നമുക്ക് സ്വയമേ പരിഹരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവം വിചാരിച്ചാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അത് പരിഹരിക്കുവാൻ സാധിക്കും. ദൈവം നമ്മുടെ മേൽ തൻ്റെ ദൃഷ്ടി പതിപ്പിച്ച് തൻ്റെ ദയയ്ക്കായി കാത്തിരിക്കുന്നവരെ സഹായിക്കുന്ന ദൈവമാണ്. ദൈവമേ, എൻ്റെ ഈ ഒരു ആഗ്രഹം നീ സാധിപ്പിച്ചു തരണമേ, എൻ്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എനിക്ക് വരുത്തി തരണമേ, എനിക്കിത് അസാധ്യമാണ് കർത്താവേ, ഞാൻ പലതവണ ശ്രമിച്ചു നോക്കിയിട്ടും എനിക്ക് ഇക്കാര്യത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, അങ്ങ് തന്നെ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് ആര് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി വരും. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നുവെന്ന് അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ദൈവത്തിന് ആ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുവാനും സാധിക്കും. അതുകൊണ്ടാണ് 30-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു: യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. സ്തോത്രം. കാരണം ഒരു വലിയ അനർത്ഥത്തിൽ നിന്ന്, ഒരു വലിയ പ്രതികൂലത്തിൽ നിന്ന് ദൈവം വിടുവിച്ചതിന് ദാവീദ് നന്ദി പറയുന്ന സങ്കീർത്തനമാണ് 30-ാം സങ്കീർത്തനം. ഞാൻ നിന്നെ പുകഴ്ത്തുക കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. കാരണം എന്താ? നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. അതായത് ഇനിയും ഒരിക്കലും ഒരു രക്ഷയില്ല, ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല, ഒരു അനുഗ്രഹം ഉണ്ടാവുകയില്ല എന്ന് മറ്റുള്ള എല്ലാവരും വിധി എഴുതിയ സ്ഥാനത്ത് ഇതാ അവിടെ നിന്ന് ദൈവം തൻ്റെ ഭക്തനെ കരം പിടിച്ച് ഉയർത്തി. സ്തോത്രം. അതാണ് ഉദ്ധാരണം എന്ന് പറയുന്നത്. താഴ്ന്നു പോയ സ്ഥാനത്ത് നിന്ന് പിടിച്ചുയർത്തുക, ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്ന് നല്ല അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. സ്തോത്രം. അതാണ് ദൈവം അവിടെ ചെയ്തത്. പലപ്പോഴും നമ്മുടെ പ്രതിയോഗി, ദൈവത്തിൻ്റെ ശത്രു, സാത്താൻ്റെ ആഗ്രഹം നാം ഏറ്റവും തകർന്നു കാണണമെന്നാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കണമെന്നാണ്. ഒരിക്കലും ചിരിക്കരുത്, സന്തോഷിക്കരുത്, ആമേൻ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തി നടക്കണമെന്നൊക്കെ ശത്രു ആഗ്രഹിക്കും. എന്നാൽ ദാവീദ് പറയുന്നു: എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ അവസാന വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അതിനർത്ഥം താൻ കരഞ്ഞ്
കണ്ണുനീർ തോരാതെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ വളരെ തളർന്നുപോയ ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അതെ, ഞാൻ ഇനി ഒരിക്കലും സന്തോഷിച്ച് തുള്ളിച്ചാടുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ നീ ദൈവമേ, നീ മാത്രം ആണ് അതിന് കാരണക്കാരൻ. ഞാനിപ്പോൾ ഈ സന്തോഷിക്കുവാനും തുള്ളിച്ചാടുവാനും മറ്റുള്ളവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കുവാനും കാരണക്കാരൻ എൻ്റെ ദൈവം മാത്രമാണെന്നാണ് ദാവീദ് പറയുന്നത്. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു സന്തോഷത്തിൻ്റെ വസ്ത്രം, നല്ലൊരു വസ്ത്രം ധരിക്കുവാൻ കഴിയാതെ, സന്തോഷിക്കുവാൻ കഴിയാതെ, കണ്ണുനീരും നിലവിളിയുമായി ഇങ്ങനെ അവസാനം വരെ ഒടുങ്ങിപ്പോകുമെന്ന് ശത്രു പ്രതീക്ഷിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ദൈവം ഇതാ തൻ്റെ ഭക്തനെ കൈപിടിച്ചുയർത്തി. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിൻ്റെ നീതിയാ പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ ഭക്തനായി നാം ഇരിക്കുമ്പോൾ നമ്മെ ഒരിക്കലും ദൈവം തള്ളിക്കളയുകയില്ല. ദൈവത്തിൻ്റെ മറുപടി ദൈവമക്കൾക്ക് നിശ്ചയമായും ഉണ്ടാകും. ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ മറുപടി ഉണ്ടാകും. ചിലപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആയിരിക്കാം നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കണം, എനിക്കിതുവരെ ഒരു മറുപടി ലഭിച്ചില്ലല്ലോ, എൻ്റെ കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തോന്നുന്നത്. അതെ, ആ ഒരു സെക്കൻഡ് മതി. നമ്മുടെ അനുതാപം, നമ്മുടെ മാനസാന്തരം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവത്തോടുള്ള ആ വലിയ ഒരു അടുപ്പം, അതിനൊക്കെ അത് കാരണമായി തീരും. ആ സെക്കൻഡിൽ ദൈവം പ്രവർത്തിക്കും. എത്രയോ സന്ദർഭങ്ങളിൽ ദൈവം അങ്ങനെ ഒരൊറ്റ സെക്കൻഡിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തി ഈ മെസ്സേജ് കേൾക്കുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ദൈവം വിലാപത്തെ നൃത്തമാക്കി തീർക്കും. മുൻപിലുള്ള വഴികൾ അടഞ്ഞിരിക്കുന്നു. ആ വഴികൾ തുറന്നു കിട്ടുന്നതിന് ചില തടസ്സങ്ങൾ മുൻപിൽ കാണുന്നു എങ്കിൽ ഇതാ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം ആ തടസ്സങ്ങളെ വെട്ടിമാറ്റും. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുമെന്ന് പറയുന്നത് വെറുതെയല്ല. നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത അനവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ദൈവത്തിന് മാത്രമേ പരിഹരിക്കുവാൻ കഴിയത്തുള്ളൂ. അതിന് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ദൈവത്തോട് നമ്മുടെ സങ്കടം അറിയിക്കുക, ദൈവത്തോട് നാം പ്രാർത്ഥിക്കുക, ദൈവത്തോട് നാം നിലവിളിച്ച് കരഞ്ഞപേക്ഷിക്കുക. അതെ, ദൈവം നമുക്ക് മുൻപേ കടന്നു പോകും. ആ തടസ്സം ദൈവം വെട്ടിമാറ്റും. ആ പ്രശ്നത്തെ ദൈവം പരിഹരിക്കും. ഉറപ്പായും ഒടുവിൽ വിജയം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. അതെ, ശത്രു ഉടുപ്പിച്ചതാ രട്ട്, ദൈവം ഉടുപ്പിച്ചതാ സന്തോഷം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവമക്കൾ സന്തോഷിക്കണമെന്നാണ്. അപ്പോൾ അവിടെ നാം സന്തോഷം അനുഭവിക്കുമ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. സ്തോത്രം. അതെ, ദൈവം ഉപകാരം ചെയ്യുമ്പോൾ ദൈവത്തോട് നന്ദി കാണിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിൻ്റെ കരമാണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് ഓർത്ത് മേലിൽ ഈ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ തീരുമാനമെടുക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ, ഈ മരുഭൂ പ്രയാണത്തിൽ ഇനിയും പല കടമ്പകളും നമ്മുടെ മുൻപ് വന്നേക്കാം. അപ്പോൾ ഇന്ന് രക്ഷിച്ച ദൈവം നാളെയും നമുക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കും. വാത്സല്യ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധി വരാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ധാരാളം പ്രതിസന്ധികളെ നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചവരും അതിനെ തരണം ചെയ്തവരുമാണ്. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടും മിടുക്കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ കൃപയാൽ.
എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. സ്തോത്രം. എൻ്റെ ദൈവത്താൽ, അതെ, ദൈവത്താൽ നാം എല്ലാ മതിലും ചാടിക്കടക്കും. അതിന് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം, നമുക്ക് ജയം നൽകുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. മനസ്സലിവുള്ള ദൈവം, കരുണയുള്ള ദൈവം പ്രാർത്ഥന കേൾക്കും. ഈ പ്രതിസന്ധിയെ നാം അതിജീവിക്കും. നാം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു സുഗമമായ യാത്ര നമുക്കുണ്ടാകും. അതിന് ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവർ നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.